ജോർജ് പൊടിപ്പാറ, ഈ വർഗീയ പ്രചരണങ്ങളിലൂടെ വോട്ട് തട്ടാനുള്ള ശ്രമം എന്ന രീതിയിൽ വലിയ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് 26-ാം തീയതിക്ക് ശേഷമുള്ള വടകരയിൽ നടന്ന സംഭവം. ഒരുപക്ഷെ വടകരയുടെ ചരിത്രത്തിൽ ഇതാദ്യമായൊരു സർവകക്ഷി യോഗം വളരെ പെട്ടെന്ന് നമ്മൾ വിളിച്ചുകൂട്ടുകയും സമാധാനം പുനഃസ്ഥാപിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അതിൻ്റെ യഥാർത്ഥ ഉത്തരവാദികളെ ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. ഇത് ഈ വേഗത്തിൽ മുന്നോട്ട് പോയാൽ മതിയോ? സർക്കാർ ഈ വിഷയത്തിൽ ഈ പ്രതികൾക്ക് കാവലാകുന്നു എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളിൽ ഒരു സത്യമില്ലേ ജോർജ് പൊടിപ്പാറ? ശ്രീ അരുൺകുമാർ വളരെ സത്യസന്ധമായിട്ട് ഇതിനെ വിലയിരുത്തിയാൽ, രാഷ്ട്രീയത്തിന് അപ്പുറത്ത് നിന്ന് വിലയിരുത്തിയാൽ, ഇത് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും പച്ചയ്ക്ക് ഒരു വർഗീയത ആളിക്കത്തിക്കാനുള്ള ശ്രമം നടക്കുന്നത്. അതും തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിനത്തിന്റെ തലേ ദിവസം ഇത് പുറത്തു വരികയാണ്. ഇത് വടകരയിൽ മാത്രമല്ല കേരളത്തിൽ മുഴുവൻ സൃഷ്ടിക്കാവുന്ന ഒരു വർഗീയ ധ്രുവീകരണം അല്ലെങ്കിൽ വർഗീയ വിഭജനം അത് കേരളത്തിന് താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല. എന്നിട്ടും അതിനകത്ത് നിരപരാധിയായ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനെ അല്ലെങ്കിൽ ഒരു യൂത്ത് ലീഗ് നേതാവിനെ മുഹമ്മദ് കാസിമിനെതിരെ അദ്ദേഹമാണ് ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് പുറത്തുവിട്ടതെന്ന് പറഞ്ഞ് പരാതി വരുന്നു. അത് പരാതി കൊടുക്കുന്നത് CPM-ന്റെ ഒരു പ്രമുഖ നേതാവ് ഭാസ്കരനാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതിവേഗത്തിൽ മുഹമ്മദ് കാസിമിനെ പോലീസ് പിടികൂടുന്നു, ചോദ്യം ചെയ്യുന്നു. മുഹമ്മദ് കാസിം ആകട്ടെ വളരെ കൃത്യമായി തന്നെ വാദിക്കുന്നു, ഞാൻ അത് ഷെയർ ചെയ്യുക മാത്രമാണ് ചെയ്തത്, അതിന്റെ ഉറവിടം ഞാനല്ല. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനോട് വ്യക്തമാക്കി ഉറവിടം മുഹമ്മദ് കാസിമാണെന്ന് തെളിയിക്കാൻ യാതൊരു വിധത്തിലും പോലീസിന് കഴിയാതെ വരുന്നു. പോലീസ് മുഹമ്മദ് കാസിമിനെ വളരെ നേരം ചോദ്യം ചെയ്തതിനു ശേഷം വെറുതെ വിടുന്നു. പിന്നീടാണ് ഈ കേസ് എഴഞ്ഞു നീങ്ങാൻ തുടങ്ങുന്നത്. അങ്ങനെ എഴഞ്ഞു നീങ്ങി ഇപ്പൊ 100-ാം ദിവസമാണ്. അതും മുഹമ്മദ് കാസിം എന്ന് പറയുന്ന യൂത്ത് ലീഗ് നേതാവ് പോലീസ് അന്വേഷണം ഇഴയുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചതിന് ശേഷം ഹൈക്കോടതി ഇടപെട്ട് പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. ആ റിപ്പോർട്ടാണ് ഇന്നലെ 100 ദിവസത്തിന് ശേഷം ഹൈക്കോടതിയിൽ എത്തുന്നത്. അതാണ് ഇന്നത്തെ ചർച്ചയ്ക്ക് ആധാരം. മാത്രമല്ല അതിലൂടെ കൃത്യമായി വെളിപ്പെടുന്നത് CPM ബന്ധമുണ്ടെന്ന് എത്രയോ കാലമായിട്ട് നമുക്കറിയാവുന്ന എന്താ പറയാ ഈ പറഞ്ഞ റെഡ് എൻകൗണ്ടർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ നിന്നാണ് ഈ പറഞ്ഞ രീതിയിൽ രമേശ് രാമകൃഷ്ണൻ എന്ന ആളിൽ നിന്നാണ് ഇത് പുറത്തു വന്നത്. അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ ഇത് പുറത്തു വന്നത്, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ഇത് പുറത്തു വന്നത്, ഷെയർ ചെയ്യപ്പെട്ടത് എന്ന വിവരം പുറത്തു വരുന്നു. അതിന് ശേഷം ഈ പറഞ്ഞ റെഡ് എൻകൗണ്ടറിന് മാത്രമല്ല, അതിനിടയ്ക്ക് നമ്മൾ കാണുന്നു റെഡ് ബറ്റാലിയനെ കാണുന്നു, അമ്പാടിമുക്ക് സഖാക്കളെ കാണുന്നു, പോരാളി ഷാജി, ഇങ്ങനെ 4 ഈ പറഞ്ഞ എന്താ പറയാ ഈ പറഞ്ഞ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളെ അല്ലെങ്കിൽ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളെ ഇതിൽ ഉൾപ്പെടുന്നു. എന്നിട്ട് ഇപ്പൊ ഇരുന്ന് നമ്മുടെ നിജേഷ് പറയുന്നത് എന്താ, എന്തുകൊണ്ട് ഈ പറഞ്ഞ രമേശ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഏറ്റവും ആദ്യം ഇത് ഷെയർ ചെയ്തു എന്ന് പറയുന്ന രമേശ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഉത്തരവാദപ്പെട്ട DYFI നേതാവിന് എനിക്ക് ഇത് കിട്ടിയത് എവിടെ നിന്നാണ് എന്ന് ക്ലാരിറ്റിയോടെ പറയാൻ കഴിയുന്നില്ല. ഇതാണല്ലോ ശ്രീ അരുൺകുമാർ പേർത്തും രജേഷിനോട് ചോദിച്ചത്. ഏറ്റവും പ്രസക്തമായ $1 മില്യൺ ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ചോദ്യം അതാണല്ലോ. ബാക്കിയുള്ള 3 ഗ്രൂപ്പും പറഞ്ഞു, അമ്പാടിമുക്ക് സഖാക്കളും പറഞ്ഞു, അതുപോലെ തന്നെ പോരാളി ഷാജിയും റെഡ് വളണ്ടിയേഴ്സും ഒക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്ന ആളിൽ നിന്ന് 2:13 റെഡ് എൻകൗണ്ടേഴ്സ്, 2:34 റെഡ് ബറ്റാലിയൻ, അതിനുശേഷം അമ്പാടിമുക്ക് സഖാക്കൾ. അങ്ങനെ ഏറ്റവും ആദ്യം ഇത് ഷെയർ ചെയ്ത ആളല്ലേ ഇതിന്റെ ഉറവിടം വ്യക്തമാക്കേണ്ടത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ ഇത്? എന്തുകൊണ്ട് രമേശ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഉത്തരവാദപ്പെട്ട DYFI നേതാവ്, ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗത്തിന്റെ ശക്തനായ പ്രവർത്തകനായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലൊക്കെ സജീവമായി പങ്കെടുത്ത, നേരത്തെ എന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ താങ്കൾ തന്നെ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് എൻകൗണ്ടർ പോലുള്ള പരിപാടികളിൽ വളരെ സജീവമായി പങ്കെടുത്ത ആ വ്യക്തി എന്തുകൊണ്ട് കേരളത്തെ പിടിച്ചുകുലുക്കുന്ന വടകരയിലെ തെരഞ്ഞെടുപ്പ് രംഗത്തെ കലുഷിതമാക്കിയ ഇത്തരം ഒരു വിഷയത്തിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സമൂഹത്തിൽ സ്പർദ്ധ വളർത്താൻ തന്റെ പോസ്റ്റ് ഇടയാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന് മാപ്പപേക്ഷിക്കാൻ രമേശ് രാമകൃഷ്ണൻ വരണമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, പോലീസിന് ആ അന്വേഷണത്തിലേക്ക് നയിക്കാവുന്ന ഒരു തെളിവും രമേശ് രാമകൃഷ്ണൻ കൊടുത്തില്ല. ഒടുവിൽ പോലീസിന് നിർബന്ധപൂർവ്വം ആ ഫോൺ പരിശോധിക്കാൻ വേണ്ടി ഫോറൻസിക് പരിശോധനയ്ക്ക് കൊടുക്കേണ്ടി വന്നു.
Straight with Arun Kumar.